നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. ഇടുക്കി കൊന്നത്തടിയിൽ ഒരു വീട്ടിൽ 4 പേർ, 2 കുട്ടികളും അവരുടെ അമ്മയും, അമ്മയായ ശുഭയുടെ അമ്മയും, ഈ 4 പേർ ഒരു രാത്രിയിലാണ് ആ വീട്ടിൽ തീപിടുത്തമുണ്ടായി അതിദാരുണമായി കത്തിച്ചാമ്പലായത്. 9 മാസം പിന്നിടുന്നു. 2025 മെയ് 9-ാം തീയതി, അതായത് ഇതുപോലെ ഒരു 9-ാം തീയതി രാത്രിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. പിറ്റേന്ന് വൈകിട്ടാണ് ആ വീട് കത്തി നശിച്ച് അതിൻ്റെ ഉള്ളിൽ 4 പേരുണ്ടായിരുന്നു എന്നുള്ള വാർത്ത, ഞെട്ടിക്കുന്ന സത്യം പുറം ലോകം അറിയുന്നത്. പക്ഷെ ഇതുവരെയും ഒരു വിവരവുമില്ല അന്വേഷണത്തിൽ. ഒരു തുമ്പം കിട്ടാത്ത മട്ടിൽ അന്വേഷണം നിൽക്കുകയാണ്. ആക്ഷൻ കൗൺസിലുണ്ട്, കുടുംബം പരാതിയുമായി രംഗത്തുണ്ട്. പക്ഷേ ഒരു ഉത്തരവും നൽകുന്നില്ല ഔദ്യോഗികമായി. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം. സ്വാഗതം 20th അവറിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ 4 പേർ തീപിടിച്ച് മരിച്ച സംഭവത്തിൽ എങ്ങുമെത്താതെ അന്വേഷണം. ആത്മഹത്യയല്ല, അപായപ്പെടുത്തിയതാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ ബന്ധുക്കൾ. മൺകട്ട വെച്ച് ഓടുമേഞ്ഞ ആ വീട്ടിൽ അന്ന് സംഭവിച്ചതെന്ന്. (2025) മെയ് 10-നാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ആ വീട് കാണുന്നത്. 4 പേരാണ് അന്ന് ആ വീട്ടിനുള്ളിൽ തീയിൽ കത്തിയമർന്നത്. ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ എടുക്കാൻ ഉള്ളതേ അഗ്നി ബാക്കി വെച്ചിരുന്നുള്ളൂ. കൊമ്പടിഞ്ഞാൽ തെള്ളിപ്പടവിൽ വീട്ടിൽ ശുഭ 45 വയസ്സായിരുന്നു ആ സ്ത്രീക്ക്. അവരുടെ അമ്മ പൊന്നമ്മ 75 വയസ്സ്. 2 മക്കൾ, അഭിനന്ദ് 9 വയസ്സും അഭിനവ് 5 വയസ്സും. ഈ 4 പേരാണ് അന്ന് മരിച്ചത്. വീട്ടുപകരണങ്ങൾ, സ്റ്റീൽ അലമാര ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കത്തി നശിച്ചു. മെയ് 9-ാം തീയതി രാത്രിയിൽ കത്തിത്തുടങ്ങിയതാണ് എന്നാണ് അനുമാനം. അവരുടെ തലയൊട്ടി ഉൾപ്പെടെ ചാരമായി മാറിയിരുന്നു. അത്രമാത്രം ആ തീയിൽ അവർ കുതിർന്നു പോയി. പിറ്റേന്ന് വൈകിട്ട് ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് ആ വഴി ഒരു അയൽവാസി നടന്നു പോകുമ്പോൾ വീടിങ്ങനെ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവർ താമസിച്ചിരുന്ന ഈ വീട് പ്രധാന റോഡിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്ററോളം 400 മീറ്ററോളം ദൂരെ ഉൾപ്രദേശത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അത്രയും മണിക്കൂറുകൾ നിന്നതും. വീടിന്റെ ഒരു മുറിയിലാണ് 2 കട്ടിലിലായി ഈ 4 പേരും പതിവായി ഉറങ്ങാറുള്ളത്. ആളുകൾ എത്തിയപ്പോൾ ആദ്യം ഈ മൂത്ത കുട്ടി അഭിനന്ദ് അടുക്കളയിൽ ഗ്യാസ് കുറ്റിയിൽ ചാരി ഇരിക്കുന്ന മട്ടിലാണ് കാണപ്പെടുന്നത്. ജീവനുണ്ടെന്ന് കരുതി നാട്ടുകാർ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി. പക്ഷേ മരണം സംഭവിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ. സ്ഥലത്തെത്തിയ വെളത്തൂവൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മറ്റു 3 പേർക്കായി തെരച്ചിൽ നടത്തി. ഇതേ തുടർന്ന് ആ വീടിനുള്ളിൽ കിടന്നുറങ്ങിയ അവർ ഉറങ്ങുന്ന മുറിയിൽ ശുഭയുടെയും അടുത്ത മുറിയിൽ നിന്ന് മാതാവ് പൊന്നമ്മയുടെയും ഇളയകുട്ടി അഭിനവിന്റെയും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം എല്ലാ ശരീരങ്ങളും കത്തി ചാരമായ മട്ടിലായിരുന്നു. അസ്ഥിയുടെ ചില കഷ്ണങ്ങൾ, ഭാഗങ്ങൾ മാത്രമാണ് തിരികെ കിട്ടിയത്. ഇത്തരത്തിൽ കത്തി നശിച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ആ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. നാട്ടുകാരും ആ ബന്ധുക്കളും ഒക്കെ ഒരേപോലെ വാദിക്കുന്നു. ആക്ഷൻ കൗൺസിൽ പറയുന്നത് കേൾക്കാം. ശുഭയുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരും ഈ കാര്യത്തിൻ്റെ അകത്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അനീഷിൻ്റെ ബന്ധുക്കൾ ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് അവിടെ അനീഷിൻ്റെ ഭൂമിയിൽ അടക്കം ചെയ്യുന്നതിന് അവർ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവിടെ അടക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ വീടിന് തീ പിടിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറയുന്നത് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പിടിച്ചത് എന്നാണ് ആദ്യ നിഗമനം എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചും നാട്ടുകാർക്കും ഉൾപ്പെടെ
സംശയമുണ്ട്, ഇതെങ്ങനെ തീ പിടിച്ചു. വീടിൻ്റെ മേളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് അവിടുന്ന് പുറത്തിറങ്ങി പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അവരെല്ലാവരും കരിഞ്ഞു പോയ ഒരു സാഹചര്യത്തിലാണ്. 3 പേരുടെ ബോഡി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് ചെറിയൊരു കാർഡ്ബോർഡ് പെട്ടിയിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള അവസ്ഥയിലായിപ്പോയിരുന്നു. ഒരു കുട്ടിയുടെ ഏറ്റവും ഇളയ കുട്ടിയുടെ ബോഡിയാണ് കത്താത്ത രീതിയിൽ കിട്ടിയത്. ബാക്കിയുള്ളവരെല്ലാവരും പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ് അവസ്ഥയിൽ ആയിപ്പോയതാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് തീ പിടിച്ചതെന്നും അവരിത്രയും രീതിയിൽ കരിഞ്ഞ അവസ്ഥയിലേക്ക് കരിക്കട്ടയായി പോയ അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞിൻ്റെ മൃതദേഹം മാത്രമാണ് കിട്ടിയുള്ളൂ. ബാക്കി എല്ലാം ഒരസ്ഥി പോലും ഇല്ലാത്ത രീതിയിൽ ചാരമായിപ്പോയി. അപ്പം അത്രയും ചാരമായി പോകാൻ പാകത്തിനുള്ളൊരു വീടോ അതിനുള്ളിലുള്ള ഗാർഹിക ഉപകരണങ്ങളോ ഇല്ലായിരുന്നു. അത്രയ്ക്ക് രീതിയിൽ അത് പൂർണ്ണ നാമാവശേഷമായിപ്പോയി അവരുടെ 3 പേരുടെ മൃതദേഹങ്ങൾ. അതിൻ്റെ അന്വേഷണം ഞങ്ങൾ പല രീതിയിലും പലയിടത്തും സ്റ്റേഷനിലും പല പരാതികളും കൊടുത്തെങ്കിലും ഒന്നും മുന്നോട്ട് പോയിട്ടില്ല ഇതുവരെ. ഈ ശുഭയുടെ ഭർത്താവ് അനീഷ് 4 വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. ആ മരണത്തിൽ പോലും ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇനി എന്താണെങ്കിലും ഈ കേസിലേക്ക് എത്തിയാൽ ശുഭയും കുടുംബവും താമസിക്കുന്ന ആ ഭൂമി അനീഷിന്റെ പേരിലുള്ളതാണ് എന്നും അനീഷിന്റെ മരണശേഷം ഈ ഭൂമിക്ക് വേണ്ടി അനീഷിന്റെ സഹോദരങ്ങൾ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു എന്നൊക്കെ സംസാരമുണ്ട്. അനീഷിന്റെ പേരിൽ ഒരു കാറുണ്ടായിരുന്നു. ആ കാറും ഈ ബന്ധുക്കൾ, അതായത് അനീഷിന്റെ വീട്ടുകാർ മറച്ചു വിറ്റു. വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പലപ്പോഴും ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. പിന്നെ അനീഷിൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു കാറ് അത് നന്നാക്കാൻ എന്ന വ്യാജേന അവരുടെ ബന്ധുക്കാരത് കൊണ്ടുപോവുകയും മറിച്ച് വിൽക്കുകയും ചെയ്തു. അത് ശുഭയ്ക്ക് കിട്ടേണ്ട പൈസയാണ്, അത് അവർക്ക് ലഭിച്ചിട്ടില്ല. അത് അനീഷിൻ്റെ പേരിലുണ്ടായിരുന്ന കാറാണ് അവരത് മറിച്ച് വിറ്റത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഭൂമിയിലും ഈ പറഞ്ഞ ബന്ധുക്കാരെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. അതവർ ശുഭയും അവരുടെ അമ്മയുൾപ്പെടെയുള്ള ആൾക്കാർ നാട്ടുകാരോടും മറ്റ് ചില ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വീട് അല്പം മോശത്തിലായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആ വീട്ടിലേക്ക് മാറാൻ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ വീടിന് ഇങ്ങനെയുള്ളൊരു അത്യാഹിതം സംഭവിക്കുകയും അവർ മരണപ്പെട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഭർത്താവിൻ്റെ പേരിലാണെന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങളോട്. പട്ടയ അവളുടെ കയ്യിലുണ്ട്, അച്ഛനായിട്ട് ഭർത്താവിന് എഴുതി കൊടുത്തിരുന്നതാണ് ആ സ്ഥലം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പട്ടയം കയ്യിലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഭൂരേഖകളെല്ലാം വീട്ടിലുണ്ടാവും. എല്ലാം നശിച്ചു. കംപ്ലീറ്റ് ഒരു സാധനമില്ലാതെ പരിപൂർണമായിട്ട് ചാരവായിപ്പോയില്ല സംഭവങ്ങൾ. ഈ അനീഷിന്റെ സഹോദരങ്ങൾ മരണശേഷം തങ്ങളുമായി സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് ശുഭയുടെ സഹോദരൻ പറയുന്നത്. അതായത് തങ്ങളുടെ പെങ്ങളും അവളുടെ മക്കളും സ്വന്തം അമ്മയും ഒക്കെ മരിച്ചിട്ടും അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു തരത്തിലും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? ഒരിക്കൽ ഇളയ അളിയൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ഈ സഹോദരൻ പറയുന്നു. സ്വത്ത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ശുഭയുടെ വീട്ടുകാർ നൽകുന്ന സൂചന. മരിച്ച ശേഷം നമ്മളുടെ സംസാരം ഉണ്ടായിട്ടില്ല. ഇതുവരെ നമ്മളെ വിളിക്കുകയോ ഈ സംഭവം നടന്നത് ഇവർ നമ്മളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മളെ ഇങ്ങനെ അറിഞ്ഞ് പിന്നെ അറിയാൻ നമ്മളെ വിളിച്ച് ഫോണിൽ വിളിച്ച് തെളിവ് പറയുകയും മറ്റും ചെയ്തു, ഭീഷണിപ്പെടുത്തി. എന്തെന്ന് നീ വന്നിട്ട് എന്താ ഉണ്ടാക്കിയതാ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. അത് സ്റ്റേഷനിൽ നമ്മൾ വിവരം കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്താ പറയുന്നത് ഇതിനെ സംബന്ധിച്ച്? അപ്പോൾ പോലീസിന് അന്നത്തെ സിറ്റുവേഷൻ വെച്ചാണ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്കുള്ള സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് ഏത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടവർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇവൻ നമ്മളെ എന്തിന് ഭീഷണിപ്പെടുത്തി? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അവർ അങ്ങനെ നമുക്ക് സംശയമുണ്ട്. പക്ഷെ പേര് പറയാനോ ഇതാരാണ് ചെയ്തതെന്നോ അറിയില്ല. പക്ഷെ ഒരു വീട് കത്തിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല. ഒരു ബോഡിയും തീർന്നു പോകില്ല. ഇത് ബോഡി പോലും നമുക്കൊരു അസ്ഥി കഷ്ണം പോലും കിട്ടിയിട്ടില്ല.
പോലീസ് അന്വേഷണത്തെക്കുറിച്ച് എന്താ പറയുന്നത്? പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ചെന്നിട്ടും നമുക്ക് തന്നിട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ പറഞ്ഞത് ഈ മുറിക്കകത്ത് പലക നിരത്തി കിടപ്പുണ്ടായിരുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്കറിയില്ല. ഈ മുറിക്കകത്ത് ഇങ്ങനെ ഒരു പഴയ കൃഷ്ണം ഉണ്ടായിട്ടോ ഒന്നും. നമുക്കെങ്ങനെയും സത്യം പുറത്തു വരണം. എങ്ങനെ സംഭവിച്ചു? എൻ്റെ അമ്മയും എൻ്റെ കുടുംബപ്പുറത്തും ഉള്ളവരുമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയണം. സത്യം ഞങ്ങൾക്ക് പുറത്തു വരണം. നിയമത്തോട് നമ്മൾ അപേക്ഷിക്കുക. ഞങ്ങൾക്ക് സത്യം പുറത്തു വരണം. ആ സഹോദരന്റെ സങ്കട കണ്ണീരാണ് കണ്ടത്. വെളത്തൂൽ പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. 4 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള സംഭവം നടന്നിട്ട് 9 മാസങ്ങൾ. അത് ചെറിയൊരു കാലയളവല്ല. സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്നോ, ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴും അതും 9 മാസം പിന്നിട്ടിട്ടും ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച് യാതൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി, ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അവർ 700 പേർ ഒപ്പിട്ട ഒരു പരാതി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷെ അവർ പറയുന്നത് പോലീസിന്റെ നിസ്സഹകരണത്തെ പറ്റിയാണ്. അന്വേഷണം ആരംഭിക്കാനും പോലീസ് വൈകിയെന്നാണ്. ഈ തീപിടുത്തമുണ്ടായി 4 പേരുടെ മരണം സംഭവിച്ച ശേഷം അന്വേഷണം ആരംഭിക്കാൻ വൈകിയതോടുകൂടി തന്നെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അത് തെളിയിക്കണം. അത് പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങൾ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ നിസ്സഹകരണ രീതിയിലാണ് ഞങ്ങളോട് സഹകരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് വളരെയേറെ നിസ്സഹകരണ രീതിയിലാണ് ഞങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ തീ പിടിച്ച സമയത്ത് തന്നെ പോലീസിൽ അറിയിച്ച സമയത്ത് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയാണ് പോലീസുകാരോട് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ അവിടെ നാട്ടുകാർ വീട്ടിൽ പരിശോധിക്കുകയും ബോഡി, ഒരു കൊച്ചിൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോവുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കിട്ടാവുന്ന തെളിവുകളെല്ലാം അവിടെ നിന്ന് നശിപ്പിക്കപ്പെട്ടു. പിന്നീട് വന്ന ആളുകളാണ്, പോലീസുകാരൊക്കെയാണ് അവിടെ ബന്ദോബസ്താക്കുകയും വീട് പരിശോധനയൊക്കെ നടത്തിയത്. ഈ ശുഭയുടെ ഭർത്താവ് അനീഷ് 4 വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ആ ഭർത്താവിന്റെ മരണശേഷം ഈ ശുഭയ്ക്കും കുട്ടികൾക്കും ഒരു സഹായമായി, ഒപ്പം ധൈര്യമായി ഒക്കെ ശുഭയുടെ മാതാവ് പൊന്നമ്മയാണ് ഇവർക്കൊപ്പം താമസിച്ചിരുന്നത്. ഈ അന്വേഷണം അത് തൃപ്തികരമല്ല എന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സഹായകരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുന്നില്ല എന്നുമാണ് ഈ ശുഭയുടെ ബന്ധുക്കൾ പറയുന്നത്. ശുഭയും മാതാവ് പൊന്നമ്മയും അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അത്ര ഉറപ്പുണ്ട് ആ ബന്ധുക്കൾക്ക്. അതുകൊണ്ട് തന്നെ അവർ സംശയിക്കുന്നു മറ്റാരുടെയോ ഇടപെടൽ ഈ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന്. അതാണ് അവരുടെ വാദം. സംശയമുണ്ട്, പക്ഷെ നമുക്ക് ഇന്ന ആള് അങ്ങനെ പറയാനെന്ന് വെച്ചാൽ ഒരു ആത്മഹത്യ ഒരിക്കലും അവൾ ചെയ്യില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് മരിച്ച ആ സമയത്ത് തന്നെ, അന്ന് ഇളയ കുഞ്ഞിന് 8 മാസം പ്രായമാകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ആ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു. അതിനെല്ലാം അതിജീവിച്ച് 3-4 വർഷത്തോളം ജീവിച്ച് അവർ ഈ തലേ ദിവസം പോലും അത്രയധികം സന്തോഷത്തിലായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് 100-101% ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്, ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ എന്താണ് ഈ മരണത്തിൽ ദുരൂഹത ഉള്ളതെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം. ഇച്ചിരി ഇല്ലാത്ത 2 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-75-78 വയസ്സോളമായി. ആ അമ്മ അവൾക്ക് മറ്റൊരാൾ ആശ്രയത്തിന് ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് അമ്മ അവിടെ അവൾക്ക് കൂട്ടിന് വേണ്ടിയിട്ട് പോയി നിന്നാണ് ഞങ്ങളുടെ അമ്മച്ചി. അപ്പം ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഞങ്ങൾക്ക് അറിയണം, അത് അവരുടെ മരണത്തിന് എന്താണ് സംഭവിച്ചത് എന്ന്. 2 അയൽപക്കക്കാരുമായിട്ട് നല്ല സ്നേഹത്തോടെയാണ്. ഒരെണ്ണം ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടതാണ്, അവരുടെ ശുഭയുടെ സ്വന്തത്തിൽപ്പെട്ടതാണ്. പിന്നെ വേറെ അപ്പുറത്തെ വീട് അവരോട്ട് അന്ന് അവിടെ അവർ കുറച്ച് ദിവസങ്ങളായിട്ട് അവരവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മരണം നടന്നു കഴിഞ്ഞ് ഞങ്ങളന്ന് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. അത് ഞങ്ങളുടെ മൂത്തയാളിയും വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. അല്ലാതെ ശുഭയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ, ശുഭ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ ഇളയ കുട്ടിക്ക് 8 മാസം പ്രായമുള്ളപ്പോഴാണ് ശുഭയുടെ ഭർത്താവ് മരിച്ചത്. അപ്പം സാമ്പത്തികപരമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളോട് ഇന്നുവരെ അവിടെ വീട്ടിലൊരു വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നോ പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെന്താണെന്ന് ഞങ്ങളുടെ അമ്മ അവിടെ അവരുടെ അമ്മയ്ക്ക് അസുഖം ആയതുകൊണ്ടാണ് ഞങ്ങളുടെ അമ്മ 2 മാസമായിട്ട് അവിടെയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോയതാണ് അമ്മ. കഴിഞ്ഞ മാർച്ച് മാസം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അമ്മ തിരിച്ചു പോയതാണ്. അപ്പോൾ കുട്ടികൾക്ക് അസുഖം ആയതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് ഇങ്ങോട്ട്. അപ്പം എന്താണെന്ന് നമുക്കറിയില്ല. ഇവരുടെ മരണത്തിന് ഞങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒരിക്കലും ഇവിടെ ആത്മഹത്യ ചെയ്യില്ല എന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. മെയ് മാസം 9-ാം തീയതി രാത്രി ഏതാണ്ട് 9 മണി സമയത്ത് ഈ ശുഭയുടെ ഫോണിലേക്ക് അകന്ന ബന്ധു കൂടിയായിട്ടുള്ള ഒരാളും അയാളുടെ ഭാര്യയും ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അത് പോലീസ് കണ്ടെത്തിയതാണ്. അതിനുശേഷം പോലീസ് ഇയാളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു, ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ വീട് കത്തിയ സമയത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള വിവരം ലഭിക്കാത്തതിനാൽ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾക്ക് വേണ്ടി ISROയൊക്കെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ നൽകിയ വിവരാവകാശ മറുപടി പറയുന്നത്. എന്താണെങ്കിലും ഈ RDO ഓഫീസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ എത്തിയിട്ടില്ല എന്നുള്ള ആക്ഷൻ കൗൺസിലിന്റെ അന്വേഷണത്തിലെ ബോധ്യപ്പെടൽ അതിൽ അല്പം ദുരൂഹത അവർ സംശയിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. വിവരാവകാശ നയപ്രകാരം അപേക്ഷ കൊടുത്തു. അതിൽ ഞങ്ങൾക്ക് മറുപടി തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഫോറൻസിക് റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളിലൊക്കെ അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പേപ്പറുകൾ തരാൻ നിർവാഹമില്ല എന്നുള്ള മറുപടിയാണ് തരുന്നത്. അതുപോലെ തന്നെ RDO ഓഫീസിലും ഞങ്ങൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് അപേക്ഷ കൊടുത്തിരുന്നു. RDO ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇതാണ്: കോൺഫിഡൻഷ്യൽ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം തരാൻ മാർഗ്ഗമില്ല. അതുമാത്രമല്ല, RDO ഓഫീസിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും അനുബന്ധ രേഖകളൊന്നും ഇടുക്കി RDO ഓഫീസിലേക്ക് കൊടുത്തിട്ടില്ല. അത് ഒരു ദുരൂഹ സംഗതിയാണ്. കാരണം അസ്വാഭാവിക മരണത്തിന് അതിൻ്റെ റിപ്പോർട്ടുകൾ RDO ഓഫീസിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്, അത് അവിടെ ലഭിക്കേണ്ട ഒരു സാഹചര്യത്തിലുണ്ട്. അത് ഇതുവരെ അവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുരൂഹത നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. പിന്നെ DYSP ഓഫീസിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്ക്വാഡ് രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 8-9 മാസമായി. ഇതുവരെ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. ഈ സംഭവം ഉണ്ടായി 7 ദിവസത്തിന് ശേഷം അവിടെ ചില പൊതുപ്രവർത്തകർ എത്തുമ്പോഴും ഏതാണ്ട് 2 ലിറ്ററോളം കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി കണ്ടിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അത് അടപ്പ് തുറക്കുമ്പോൾ തന്നെ പെട്രോളിൻ്റെ അംശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് ഗന്ധം ലഭിക്കുന്ന തരത്തിൽ ഒരു കുപ്പി അവിടെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ അവർ വീണ്ടും എത്തിയപ്പോൾ ആ കുപ്പി അവിടെ അപ്രത്യക്ഷമായിരുന്നു. പൊതുപ്രവർത്തകൻ അനിൽ ദേവസ്യ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമാണ്. അദ്ദേഹമാണ് അന്ന് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത്. ഒരു 5-8 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നാട്ടുകാരെ കൂടി ഞാൻ ഈ വീട് സന്ദർശിക്കാൻ വന്നപ്പോൾ ഇവിടെ മുഴുവൻ കത്തി ചാമ്പലായി കിടക്കുകയാണ്. ഭിത്തി നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 2 ലിറ്റർ വരുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പെട്രോളിൻ്റെ പോലെയുള്ള ഒരു സ്മെല്ല് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ അടച്ചിട്ട് അവിടെ തന്നെ ഇട്ടിരുന്നു. അതിനുശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലെ വന്ന് ഈ മറ്റുള്ള ആളുകൾക്ക് കൂടി വന്ന് പരിശോധിക്കാനും ഈ വീട് കാണാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ കുപ്പി പിന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എടുത്തുകൊണ്ട് പോയതാണോ അതോ പോലീസുകാർ തന്നെ എടുത്തുകൊണ്ട് പോയതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. പോലീസിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവരെ കുപ്പി എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഈ കുപ്പി ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇത് കൊലപാതകമാണോ എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ ആ കുപ്പിയെ പറ്റിയൊക്കെ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ഡയറക്ഷനിൽ അന്വേഷണം പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഒരു പെട്രോളിൻ്റെ സാന്നിധ്യം അത് ഒരു ആത്മഹത്യയല്ല എന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ അവിടെ പെട്രോളിൻ്റെ കുപ്പി സാന്നിധ്യമുണ്ടെങ്കിൽ പോലീസ് തീർച്ചയായിട്ടും ആ മട്ടിൽ പോയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിലൊരു വ്യക്തതയില്ല. ഇനി ശുഭയും മാതാവും 2 മക്കളും 2 കട്ടികളിലായി ഒരു മുറിയിൽ തന്നെയാണ് എല്ലാ രാത്രികളിലും കിടന്നുറങ്ങുന്നത്. ശുഭയുടെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ഇതേ മുറിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. തൊട്ടടുത്ത മുറിയിലാണ് മാതാവ് പൊന്നമ്മയുടെയും ഇളയ മകൻ അഭിനവിൻ്റെയും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. പ്രധാന മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തൊട്ടടുത്ത് തന്നെ ഒരു വാതിലുണ്ട്. ഈ വാതിലിന് അഗ്നി ബാധിച്ചിട്ടില്ല. അതായത് ആ വാതിൽ ഒരു തരത്തിലും കത്താത്ത സാഹചര്യത്തിലാണ്. അതായത് ബന്ധുക്കൾക്കറിയാം
ആ വാതിലിൽ തീ പിടിക്കാത്ത സാഹചര്യത്തിൽ ഉറപ്പായിട്ടും തീപിടുത്തം ഉണ്ടായാൽ തന്നെ ഇവർക്ക് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ അതുണ്ടായില്ല. അതൊരു ദുരൂഹതയാണെന്നാണ് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഞങ്ങൾക്ക് ശരിക്കും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞത് സംശയങ്ങളുണ്ട്. ഇത് ഒരിക്കലും അവൾ ചെയ്യില്ല. അതാണ് ചെയ്യാനാണെങ്കിൽ ഇത്രയും ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചല്ല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളാണ് 4 വർഷമായിട്ട് അവരെ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എങ്ങനെയായാലും ഇതിനെക്കുറിച്ച് എന്താണെന്ന് ഞങ്ങൾക്ക് ഇത് അറിയണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഏത് കേസ് നമുക്ക് തെളിഞ്ഞു കിട്ടണം. അത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. അല്ലാതെ ഇത് വേറൊരു വീട്ടിൽ ഇതുപോലെ സംഭവിക്കരുത്. ഇപ്പോൾ അവളവിടെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. പക്ഷേ അത് പുറത്ത് കേൾക്കാൻ പറ്റുന്നത് അവളെ ചിലപ്പം അപായപ്പെടുത്തിയതിന് ശേഷം കത്തിച്ചതാണോ എന്ന് അറിയാൻ പറ്റില്ല. അവൾക്കൊരു തള്ളു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ദുർബലമായ വീടാണ്. ആരെങ്കിലും ഇത് ചെയ്യാതെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്നുവെച്ചാൽ അവൾക്ക് ആത്മഹത്യ ചെയ്യില്ല. അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെ. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നുവെങ്കിൽ അവൾ നമ്മളോട് പറയുമായിരുന്നു. അല്ലെ ഏറ്റവും ചേച്ചിമാരോട് അവളെ ഒരു കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതല്ല. അവളുടെ മൂത്ത ചേച്ചിയായ ഗിരിജയോട് ഒരു കാര്യങ്ങളും അവൾ ഒളിച്ചു വയ്ക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞ് പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. എൻ്റെ മൂത്ത ചേച്ചിയോടായാലും പറഞ്ഞിട്ടില്ല. അപ്പം മൂത്ത ചേച്ചി അന്ന് തലേ ദിവസമാണ് അവിടുന്ന് പോയതെന്ന് പറയുന്നുണ്ടല്ലോ. ചേച്ചിയും മോനും ചേട്ടനും കൂടെയാണ് അവിടുന്ന് പോയത്. ആ സമയത്ത് പോലും അവളെ മറ്റേ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചതാണ്. അന്നേരം 2 ദിവസമായിട്ട് അവരിങ്ങനെ യാത്ര ചെയ്തതുകൊണ്ട്, അതായത് 7-ാം തീയതി ശുഭയുടെ ഭർത്താവിൻ്റെ 4 വർഷം തികയുന്ന ദിവസമായിരുന്നു. അപ്പോൾ അവരമ്പലത്തിൽ പോയിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അവർ നെടുങ്കണ്ടം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നെടുങ്കണ്ടത്തിന് പോയി. അന്ന് രാത്രി തന്നെയാണ് ഇവരവിടെ തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് 8 മണിയായപ്പോഴാണ് അവർ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഈ അമ്മയോട് ചെന്ന് ചോദിച്ചിട്ടാണ്, അതായത് അനീഷിൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയതെന്നാണ് പറയുന്നത്. അതായത് ഈ ബന്ധുക്കൾ എല്ലാവരും ഇത്രമാത്രം അടുത്തുള്ള സമയങ്ങളിൽ മണിക്കൂറുകളിൽ ഈ ശുഭയുമായി സംസാരിക്കുകയും അല്ലെങ്കിൽ അടുത്തിടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയായിരുന്നില്ല. സന്തോഷവതിയായി വളരെ കൂളായി എല്ലാവരോടും സംസാരിച്ച് പ്രസന്നവതയായിരുന്ന ആ ശുഭ പെട്ടെന്ന് തീപിടുത്തത്തിൽ മരിച്ചു എന്നൊക്കെ കേൾക്കാനുള്ള ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ ബന്ധുക്കൾക്കുണ്ട്. ഒരു കുടുംബത്തിലെ 4 പേർ അഗ്നിക്കിരയായി മരണമടഞ്ഞ സംഭവത്തിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു തെളിവുകളും കണ്ടെത്താൻ കഴിയാത്തതിൽ പോലീസിനെതിരെ ആ നാട്ടിൽ രൂക്ഷ വിമർശനമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നടന്ന വെള്ളത്തൂവൽ CI ഒപ്പം ഇടുക്കി DYSP എന്നിവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. സംഭവത്തിന്റെ ദുരൂഹത അത് ഏത് സാഹചര്യത്തിൽ നീക്കണമെന്നും 4 പേരുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കണമെന്നും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കുടുംബത്തിലെ ഇത്രയും പേര് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവരൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളില്ല. അതിനൊക്കെ അവർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആ ഹസ്ബൻഡ് മോനായി എന്ന് പറയുന്ന പുള്ളി മരിച്ചൊക്കെ പോയി കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര കഷ്ടതയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അന്നേരമൊക്കെ ഈ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ പോയി സഹകരിച്ചുകൊണ്ടിരുന്നതാണ്. ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ട് അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല. കാരണം അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം അവർക്കില്ല. അപ്പോൾ പിന്നെ ഇതെന്ത് സംഭവിച്ചു, ഇതെന്താ സംഭവിച്ചതെന്നുള്ളതൊന്നും ഒരു വ്യാധിരോഗ വ്യക്തത ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതിനൊരു എന്താണെങ്കിലും ഇതിന് കാര്യങ്ങളൊരു തീരുമാനമാകണം, അറിയണം. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തി എന്താണെങ്കിലും നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയണം. ആ വീടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വിജേഷ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ പറഞ്ഞത്. അതായത് ആ വീട്ടിലെ ഓരോ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം ആ വീട്ടിലെത്തിയ അന്തരീക്ഷവും സാഹചര്യവുമില്ല. എന്താണെങ്കിലും ശക്തമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശക്തമായി അന്വേഷിക്കുന്നു എന്നാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇതിൽ പ്രതികരിക്കുന്നത്. എന്താണെങ്കിലും ആ ദുരൂഹത അത് അഴിഞ്ഞേ മതിയാകൂ. 9 മാസമായി 4 ജീവനുകൾ ഇല്ലാതായിട്ട്. അവരുടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.